PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നടക്കുന്ന എല്ലാ PSC പരീക്ഷകളിലും ഒരുപോലെ ആവർത്തിച്ചു വരുന്ന ഒരു ഭാഗമാണ് നാരി ശക്തി വന്ദൻ അധിനിയം, വനിതാ സംവരണ ബില്ലിനെ കുറിച്ച്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എല്ലാ പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഇനി വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുമെന്ന് ഉറപ്പുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഒരു മാർക്ക് ഉറപ്പിക്കാനായിട്ട് നമുക്ക് വിശദമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. 2023-24 എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പം നാരി ശക്തി വന്ദൻ അധിനിയം അല്ലെങ്കിൽ വനിതാ സംവരണ ബില്ലിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിത് ലാസ്റ്റ് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കുന്നത്? ആദ്യത്തെ ചോദ്യം നോക്കിക്കോളൂ. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106 ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് പഠിക്കാം. അപ്പം നമുക്ക് വനിതാ സംവരണ ബില്ലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. ഇപ്പം വനിതാ സംവരണ ബില്ല് 2023, വനിതാ സംവരണ ബില്ല് 2023 കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ വനിതാ സംവരണ ബിൽ 2023 അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? നമ്മളിപ്പോൾ കണ്ട നാരി ശക്തി വന്ദൻ അധിനിയം. നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്നതാണ് വനിതാ സംവരണ ബിൽ 2023 മറ്റൊരു പേര് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിച്ചിരിക്കേണ്ട പരീക്ഷയ്ക്ക് വേണ്ട പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. ഈ വനിതാ സംവരണ ബില്ലെന്ന് പറയുന്നത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ബില്ലല്ല. വനിതാ സംവരണ ബില്ല് ഇതിനു മുൻപ് ഒരുപാട് തവണ, ഏകദേശം ഒരു 6 തവണയോളം അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും തന്നെ പാസ്സാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വനിതാ സംവരണ ബില്ല് ആദ്യമായിട്ട് എപ്പോഴാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വർഷം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. 1996 അത് 81 ഭേദഗതി ബില്ലായിരുന്നു. 81 ഭേദഗതി ബില്ലിലൂടെയാണ് 1996 ആദ്യമായിട്ട് വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കുന്നത്. ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗീതാ മുഖർജിയാണ് ആദ്യമായിട്ട് വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ പോയിന്റ്സ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. 6 തവണയൊക്കെ ഈ വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചെങ്കിലും ഒന്നുപോലും പാസ്സായിട്ടില്ല എന്നുള്ളതാണ് ശരി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് പഠിക്കുന്നത് ഏത് ഭേദഗതിയാണ്? വനിതാ സംവരണ ബിൽ 2023 എന്ന് പറയുന്നത് 106 ഭേദഗതിയാണ്. 106 ഭേദഗതിയാണ്. ഭേദഗതി ബില്ല് ചോദിച്ചു കഴിഞ്ഞാൽ 128 ഭേദഗതി ബില്ലാണ്. 106 ഭേദഗതിയും 128 ഭേദഗതി ബില്ലുമാണ് നമ്മളിപ്പോൾ വനിതാ സംവരണ ബിൽ 2023 എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബില്ലാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബില്ല് എന്ന് പറയുന്നത് വനിതാ സംവരണ ബിൽ 2023 ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ പറയുന്ന ഒരു ബില്ല് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ ക്വസ്റ്റ്യനിൽ, അതായത് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന വനിതാ സംവരണ ബിൽ അല്ലെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ലോക്സഭയിലും, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്, ചിലപ്പോൾ രാജ്യസഭ എന്നൊക്കെ നമുക്ക് ഓപ്ഷനിൽ കൊടുക്കാം. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും കൂടാതെ ഒരു പോയിന്റ് കൂടെ ഇവിടെ ഓർത്തിരിക്കണം, ദേശീയ തലസ്ഥാന പ്രദേശമായിട്ടുള്ള ഡൽഹിയിലെ നിയമസഭയിലും ആ ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കണം. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാന പ്രദേശമായിട്ടുള്ള ഡൽഹിയിലെ നിയമസഭയിലും
പട്ടികജാതി പട്ടികവർഗക്കാർക്കായി സംവരണം ചെയ്യപ്പെട്ടവ ഉൾപ്പെടെ എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ നാരി ശക്തി വന്ദൻ അധിനിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി ആരാണ് ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്? ലോക്സഭയിൽ അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാൾ ആണ് കേട്ടോ. അർജുൻ റാം മേഘ്വാൾ. അർജുൻ റാം മേഘ്വാൾ ആണ് ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. വനിതാ സംവരണ ബിൽ 2023 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാ? അർജുൻ റാം മേഘ്വാൾ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇത് ലോക്സഭ പാസ്സാക്കുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ 2023 സെപ്റ്റംബർ 20-നാണ്. 2023 സെപ്റ്റംബർ 20-നാണ് ഈ ഒരു ബില്ല് ലോക്സഭ പാസ്സാക്കുന്നത്. ഇത് രാജ്യസഭ പാസ്സാക്കുന്നത് 2023 സെപ്റ്റംബർ 21-ന്. രാജ്യസഭ പാസ്സാക്കുന്നത് 2023 സെപ്റ്റംബർ 21-നാണ്. ഇനി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്, പ്രസിഡന്റ് ഒപ്പുവെച്ചത് എപ്പോഴാണ്? 2023 സെപ്റ്റംബർ 28-നാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന് എന്നാണ്? 2023 സെപ്റ്റംബർ 28 എന്ന് നമ്മൾ എടുത്തു പറഞ്ഞു അല്ലേ? അപ്പം 2023 സെപ്റ്റംബർ 28-ന് രാഷ്ട്രപതി ഒപ്പുവെച്ചു. അപ്പോൾ ഈ 3 ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്സഭയിൽ അവതരിപ്പിച്ചത് എപ്പോഴാ? 2023 സെപ്റ്റംബർ 20-ന്. രാജ്യസഭയിൽ അവതരിപ്പിച്ചത് എപ്പോഴാ? 2023 സെപ്റ്റംബർ 21-ന്. പ്രസിഡന്റ് ഒപ്പുവെച്ചത് എപ്പോഴാണ്? 2023 സെപ്റ്റംബർ 28-ന് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഈ പറയുന്ന വനിതാ സംവരണ ബിൽ എന്ന് പറയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് നടപ്പിലാകില്ല എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിപ്പോൾ നടപ്പിലാകില്ല. പിന്നീട് ഓൾട്ടർ ചെയ്ത് വരുന്ന ഇനി വരുന്ന സെൻസസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്ന അടുത്ത തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഈ ഒരു ബില്ല് നടപ്പിലാകുക. ഓക്കെ. അപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ഈ വനിതാ സംവരണം നടപ്പിലാകില്ല എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. മണ്ഡല പുനർനിർണയത്തിന് ശേഷം മാത്രമാണ് ഈ വനിതാ സംവരണം നടപ്പിലാകൂ എന്നുള്ളതാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ. ഇനി പ്രത്യേകത പറയാൻ ഒരു പോയിന്റും കൂടെ ഉണ്ട്. രാജ്യസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും വനിതാ സംവരണം ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞല്ലോ, ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും അതുപോലെ തന്നെ ഡൽഹിയിലെ നിയമസഭയും നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടേക്കാണ് വനിതാ സംവരണം വരുന്നത്. എന്നാൽ രാജ്യസഭയിലോ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലൊന്നും തന്നെ ഈ വനിതാ സംവരണം ഉണ്ടാകില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. ഇനി എത്ര കാലത്തേക്കാണ് ഈ സംവരണം കൊണ്ടുവരുന്നത്? ഒരു കാലാവധിയൊക്കെ നമ്മൾ പറയുമല്ലോ, ഇത്ര വർഷത്തേക്ക് എന്നുള്ളത് അല്ലേ? അപ്പം അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്, ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 15 വർഷത്തേക്കാണ് കേട്ടോ. 15 വർഷത്തേക്കാണ് ഈ ഒരു വനിതാ സംവരണം എന്ന് പറയുന്നത്. 15 വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്ത് സ്ത്രീക്കും പുരുഷനും ഒക്കെ ഏകദേശം തുല്യത വരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ 15 വർഷത്തേക്കാണ് ഈ ഒരു വനിതാ സംവരണം കൊണ്ടുവരാനായിട്ട് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ടൈം പീരീഡ് പഠിക്കുക, 15 വർഷമാണ്. ഇനി ഈ ഒരു വനിതാ സംവരണ ബില്ല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊണ്ടുവരുമ്പോൾ കുറച്ച് ആർട്ടിക്കിൾസിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കണം. ഏതൊക്കെ ആർട്ടിക്കിളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ആർട്ടിക്കിൾ 330A. ആർട്ടിക്കിൾ 330A എന്ന് പറയുന്നത് റിസർവേഷൻ ഓഫ് വുമൺ ഇൻ ലോക്സഭയിലെ വനിതകൾക്കുള്ള സംവരണമാണ് 330A പറയുന്നത്. രണ്ടാമത്തേത് 332A എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. അത് ലെജിസ്ലേറ്റീവ് അസംബ്ലി നമ്മൾ പറഞ്ഞില്ലേ, സംസ്ഥാനം കേട്ടോ, സ്റ്റേറ്റിൽ സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി പറഞ്ഞു, അവിടെയുള്ള വനിതാ സംവരണമാണ്. മൂന്നാമത്തെ കേസ് പറയുന്നത് 239AA. 239AA എന്ന് പറയുന്നത് എന്താണ്? ഡൽഹിയിലെ വനിതാ സംവരണമാണ് 239AA എന്ന് പറയുന്നത്. നാലാമതൊരെണ്ണം കൂടെ മാറ്റം വന്നിട്ടുണ്ട്, 334A.
334A എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴാണ് ഇത് വരിക, അതായത് മണ്ഡലം പുനർനിർണയത്തിന് ശേഷമാണ് ഇത് വനിതാ സംവരണം നമ്മൾ നിലവിൽ വരികയുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതാണ് 334A. ഓക്കെ, സെൻസസ് ഒക്കെ കഴിഞ്ഞ് ഡീലിമിറ്റേഷൻ ഒക്കെ വന്നതിന് ശേഷമാണ്, അതിനുശേഷം വരും എന്ന് പറയുന്നതാണ് 334A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 330A, 332A, 334A, 239A എന്ന് പറയുന്ന 4 ആർട്ടിക്കിളിലാണ് മാറ്റം വരുത്തിയത്. അപ്പോൾ 330A എന്ന് പറയുന്നത് വനിതാ സംവരണം എവിടേക്കുള്ളതാ? ലോക്സഭ. പിന്നെ 332A എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ളത്. 239A എന്ന് പറയുന്നത് ഡൽഹിയിലേക്കുള്ളത്. 334A എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സെൻസസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വനിതാ സംവരണ ബില്ല് നിലവിൽ വരികയുള്ളൂ എന്ന് പറയുന്നതാണ്, കൊണ്ടുവരത്തുള്ളൂ എന്ന് പറയുന്നതാണ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആർട്ടിക്കിളിലാണ് ഈ ഒരു നാരീശക്തി വന്ദന അധിനിയത്തിലൂടെ മാറ്റം വരുത്തിയിട്ടുള്ളത് എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നാരീശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്ന ബില്ലിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും 1 മാർക്ക് ഷുവറായിട്ടും ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്